തുർക്കിക്ക് ഇന്ത്യ ഭീഷണിയായി മാറിത്തീരുന്നത് എങ്ങനെയാണ്? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമുക്കറിയാം, നിരവധിയായിട്ടുള്ള തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ത്യ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഈ ഡ്രോൺ ടെക്നോളജി ഇന്ത്യ മറ്റു പല രീതിയിൽ ഉപയോഗപ്രദമാക്കുന്നു, അത് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ തന്നെയാണോ യഥാർത്ഥത്തിൽ തുർക്കിക്ക് ഇന്ത്യയോടുള്ള ശത്രുത? തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ ആ ശത്രുത ഉണ്ട്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഒരു കനത്ത പ്രഹരം തുർക്കിയുടെ തലമണ്ടയ്ക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. കാരണം ഇന്നലെ 54-ാം വിജയ ദിവസത്തിന്റെ 54-ാം വാർഷികമായിരുന്നു. വിജയ ദിവസം എന്നത് നമ്മൾ ബംഗ്ലാദേശ് യുദ്ധത്തിലെ വിജയത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ 54 കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാകിസ്ഥാനെ നിലംപരിചാക്കി എന്ന രാഷ്ട്രത്തെ. അങ്ങനെ ആ വിജയ ദിവസത്തിന്റെ 54-ാം വാർഷികത്തിൽ നമ്മുടെ വ്യോമസേനാ മേധാവിയുടെ നമ്മുടെ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുടെ വീടിന് മുന്നിൽ, ഔദ്യോഗിക വസതിക്ക് മുന്നിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ പുനർനിർമ്മിച്ച തുർക്കിയുടെ ഡ്രോണുകൾ പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ മുഖ്യമായിട്ടും ഇഹ-3 അതുപോലെ തന്നെ സോൻഗാർ, അങ്ങനെ 2 ഡ്രോണുകളാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ഇത് രണ്ടും സൂയിസൈഡ് ഡ്രോൺ, ലോങ് റേഞ്ച് സൂയിസൈഡ് ഡ്രോൺ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന ഡ്രോണുകളാണ്. അതായത് ഇത് വന്നിട്ട് ഇടിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് ദീർഘദൂരം പോകാൻ ശേഷിയുള്ള 2000 മീറ്ററോളം ഉയരത്തിൽ പറന്നു വന്ന് നമ്മുടെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് GPS-ന്റെ സഹായത്തോടുകൂടി ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ച് ലോയിറ്ററിംഗ് എന്ന് പറയും, ആ ലക്ഷ്യത്തിന് മുകളിൽ കറങ്ങിയിട്ട അതാണെന്ന് ഉറപ്പാക്കി അവിടേക്ക് ഇത് ഇടിച്ചിറങ്ങും. അങ്ങനെ ഇടിച്ചിറങ്ങിയിട്ടാണ് ഇത് അതിന്റെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കുന്നത്. ഇത്തരം ഡ്രോണുകൾ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചതിൽ 99.5% നമ്മൾ തകർത്തു എന്നാണ് നമ്മുടെ ഇത് ഇന്ത്യയുടെ മാത്രം അവകാശവാദമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ സോൻഗാർ ഡ്രോൺ നിർമ്മിക്കുന്നത് ടർക്കിഷ് കമ്പനിയായ അസിസ് ഗാർഡ് എന്ന കമ്പനിയാണ്. ആ കമ്പനിയും അത് ശരിവെച്ചു, അവരുടെ ഡ്രോണുകൾ തകർന്ന് ഇന്ത്യ പിടിച്ചെടുത്തു എന്നുള്ളത്. പക്ഷെ അവരതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ ഡ്രോണുകൾ ഉപയോഗിക്കാൻ പാകിസ്ഥാന് കഴിവില്ലായിരുന്നു. അതായത് പാകിസ്ഥാൻ ഇത് ദുരുപയോഗപ്പെടുത്തി. ഈ ഡ്രോണുകൾ യഥാർത്ഥത്തിൽ ചെറിയ ദൂരം, ഒരു 10 കിലോമീറ്ററിനുള്ളിൽ, 5 തൊട്ട് 10 കിലോമീറ്ററിനുള്ളിൽ മുന്നേറുന്ന സൈന്യത്തിനോ അല്ലെങ്കിൽ ടാങ്കുകൾക്കോ അതല്ലെങ്കിൽ പീരങ്കികൾക്കോ വഴിയൊരുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഡ്രോണുകളാണ്. അതൊരു ദീർഘദൂര ഡ്രോൺ പോലെ ഇന്ത്യ ഉപയോഗിച്ചു. അങ്ങനെ ഇന്ത്യയല്ല, പാകിസ്ഥാൻ ഉപയോഗിച്ചു. മാത്രമല്ല ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് നേരെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ പാടുള്ളൂ. കാരണം ഇവിടെ ലെയേർഡ് ഡിഫൻസ് എന്ന് പറയുന്ന പല തട്ടുകളായിട്ടുള്ള പ്രതിരോധ മിസൈൽ അതുപോലെ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ തുടക്കം ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ S-400, അത് കഴിഞ്ഞാൽ ബറാക്ക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതും കഴിഞ്ഞ് ഏറ്റവും അടുത്തെത്തുമ്പം ഇന്ത്യ തന്നെ നിർമ്മിച്ച ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പിന്നെ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന തരത്തിലുള്ള റൈഫിളുകളുണ്ട്. ഇത്രയൊക്കെ 3-4 ലെയറുകളായിട്ടും പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്തിന് നേരെ ചുമ്മാതെ തോന്നിയ പോലെ ഈ ഡ്രോണുകളെല്ലാം കൂടെ വിട്ടിട്ട് അത് അവർ തകർത്തെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾക്ക് ഏത് സാധനം എവിടെ പ്രയോഗിക്കണമെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയതിൻ്റെ പ്രശ്നമാണ്. പാകിസ്ഥാൻ സൈന്യത്തെ മുഴുവൻ അടച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഈ കമ്പനി പത്രക്കുറിപ്പ് ഇറക്കി. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി. കാരണം തുർക്കിയെ സംബന്ധിച്ച് ഈ ഡ്രോണുകൾ പലതും ഇന്ത്യ പിടിച്ചെടുത്തത് അത് ഫിസിക്കലി തകർക്കാതെ തന്നെയാണ്. അതായത് നമ്മൾ ഈ ജാമിങ് ഉപയോഗിച്ചിട്ട്, ഇലക്ട്രോണിക് ജാമിങ് ഉപയോഗിച്ച് ഈ ഡ്രോണുകൾ പലതും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളഞ്ഞു. എന്നിട്ട് അത് സുരക്ഷിതമായിട്ട് അതിനെ ലാൻഡ് ചെയ്യിപ്പിച്ച് നമ്മളത് എടുത്തു. അതിന് ഒരു തകർച്ചയും സംഭവിച്ചില്ല. എന്നിട്ട് അതെല്ലാം അഴിച്ചിട്ട് അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കി അതുപോലെ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങി. അതിനാണ് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ചൈന അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയത്. അമേരിക്കയുടെ ഇതുപോലുള്ള പണ്ട്
അമേരിക്കയുടെ ഒരു ചാരവിമാനം ഇതുപോലെ ചൈനയിൽ അബദ്ധത്തിൽ ഇറങ്ങി, അവർ തിരിച്ചു കൊടുത്തില്ല. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഇന്ത്യ വലിയ മാന്യത കാണിച്ച് F-35 തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് നമ്മളത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തില്ല. ഒരുപക്ഷെ അതിൻ്റെ നിർണായകമായ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. പക്ഷേ വിമാനം ഫിസിക്കലി നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒന്നും ചെയ്തില്ല. ചൈന ആയിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്തേനെ. അത് ശരിയാണോ, ഇന്ത്യ അവർക്ക് തിരിച്ചു കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാനിപ്പം അഭിപ്രായം പറയുന്നില്ല. ചിലർ പറയുന്നുണ്ടാവും കിട്ടിയ ഒരു അവസരം വെറുതെ കളഞ്ഞു എന്ന്. എന്തായാലും ശരി, തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ വ്യവസായം ഈ ഒരൊറ്റ ഡ്രോൺ എന്ന് പറയുന്ന ഒരു മേഖലയിൽ മാത്രമാണ്. അത് അവർ വളരെ കൗശലപൂർവ്വമാണ് ഈ ടെക്നോളജി കൈവശപ്പെടുത്തി. ഇപ്പോഴത്തെ തുർക്കിയുടെ ഭരണാധികാരിയായ എർദോഗാന്റെ മകളുടെ ഭർത്താവ്, അയാള് ജനറൽ ആറ്റമിക്സിൽ ജോലി ചെയ്തതാണ് അമേരിക്കയിലെ. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോണുകൾ പ്രെഡേറ്റർ, MQ-9 ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ ജനറൽ ആറ്റമിക്സ്. ഈ ജനറൽ ആറ്റമിക്സിൽ ജോലി ചെയ്ത എർദോഗാന്റെ മകളുടെ ഭർത്താവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ രഹസ്യമൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് അയാൾ ബൈറക്ടർ TB2 എന്ന് പറയുന്ന മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് ഡ്രോൺ ഉണ്ടാക്കിയതും. അതുപോലെ തന്നെ ഇപ്പോൾ അക്കിൻകി എന്ന് പറഞ്ഞ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് ഡ്രോൺ. ഇത് രണ്ടും അമേരിക്കയുടെ രഹസ്യം മനസ്സിലാക്കിയിട്ട് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എന്തായാലും ഈ ബൈറക്ടർ TB2 ഇസ്ലാമിക കരുത്തിൻ്റെ പ്രതീകമായിട്ട് മാറി. അവരെ അതിൽ മതവും കൂടെ കലർത്തി. അങ്ങനെ ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു ഖലീഫയാണ് താനെന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലം മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളും ഇത് കണ്ടിട്ട് ആർപ്പ് വിളിക്കുകയോ ഹയ്യാ ഹയ്യട എന്നുള്ള ആർപ്പ് വിളിയായിട്ട് ഈ ഡ്രോണുകൾ വാങ്ങിക്കുകയും സുഡാൻ തൊട്ട് അങ്ങ് ഇന്തോനേഷ്യ വരെ ഇതിൻ്റെ ഗുണഗണങ്ങൾ പാണന്മാർ വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്ത് നടക്കുന്നതിനിടയിലാണ് ഈ ഡ്രോണുകളൊക്കെ ചുമ്മാ പുല്ലുപോലെ ഇന്ത്യ തകർത്ത് താഴെയിട്ടത്. തുർക്കിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു വ്യവസായത്തെ തന്നെ തകർക്കുകയാണ്. പിന്നെ എർദോഗാൻ കുടുംബത്തിനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രോണുകൾ, ഈ അസീസ് ഗാർഡ് അവർക്ക് ഷെയർ ഉള്ളതാണ്. അതുപോലെ ബൈറക്ടർ എന്ന് പറയുന്ന ഡ്രോൺ കമ്പനി അവരുടെ സ്വന്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ കൈവശം ബൈറക്ടർ ഡ്രോൺ ഉണ്ടെങ്കിലും അതവർ ഉപയോഗിക്കാൻ തയ്യാറായില്ല. കാരണം അവർ അയച്ചിട്ടുള്ള സൂയിസൈഡ് ഡ്രോണുകളുടെ ഗതി അവർക്ക് മനസ്സിലാകുകയും ബൈറക്ടർ ഡ്രോൺ നഷ്ടപ്പെടുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ സർവ്വ വിവരങ്ങളും ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യ മനസ്സിലാക്കിയതും ഇന്ത്യ ചില ബൈറക്ടർ ഡ്രോണുകൾ തന്നെ തകർത്തിട്ടുണ്ടെന്നും ചില വാർത്തകൾ പറയുന്നു. അത് വ്യക്തമല്ല. എന്തായാലും ഞാനീ പറഞ്ഞ സൂയിസൈഡ് ഡ്രോണുകൾ നിശ്ചയമായിട്ടും പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്ന തുർക്കിയുടെ സൂയിസൈഡ് ഡ്രോണുകളുടെ മുഴുവൻ രഹസ്യങ്ങളും ഇന്ത്യ പിടിച്ചെടുത്തു. തുർക്കി പറയുന്നത് പാകിസ്ഥാൻ കാണിച്ച മണ്ടത്തരങ്ങൾ കൊണ്ട് ഇത് സ്വാമിങ് എന്ന് പറയുന്ന നിരവധി ഡ്രോണുകൾ ഒരേ സമയം ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാമെന്നുള്ള തെറ്റിദ്ധാരണ മൂലം പാകിസ്ഥാൻ ചെയ്തതുകൊണ്ടുമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ തുർക്കിയുടെ ഡ്രോണുകൾ കൈവശമുള്ള അസർബൈജാനെ പോലുള്ള രാജ്യങ്ങൾ ഇതിനെ തുടർന്ന് വല്ലാത്ത സംശയത്തിലാണ്. കാരണം അവരുടെ ശത്രുവായ അർമീനിയ, ആ അർമീനിയയെ അസർബൈജാനും തമ്മിലുള്ള നൊഗോർണോ കരാബാക്ക് യുദ്ധത്തിൽ അർമീനിയൻ സൈന്യത്തെ പൂർണ്ണമായിട്ട് തകർത്തത് തുർക്കിയുടെ ഡ്രോണുകളാണ്. അന്ന് തൊട്ടാണ് തുർക്കി ഞെളിഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ ഓപ്പറേഷൻസ് അതിനെ തുടർന്ന് ഈ അർമീനിയ ഇന്ത്യയിൽ നിന്നും മിസൈൽ അതുപോലെ ഡ്രോൺ പ്രതിരോധത്തിനുള്ള സംവിധാനങ്ങൾ മുഴുവൻ അവർ വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് കൈവശമുള്ള അസർബൈജാനെ സംബന്ധിച്ച് അവരാകെ ആശങ്കയിലാണ്. കാരണം ഇനി അവരുടെ തുർക്കിയുടെ ഡ്രോണുകൾ കൊണ്ടൊന്നും പ്രയോജനമില്ലെന്നും ശത്രുവായ അർമീനിയയുടെ കയ്യിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്നും അറിഞ്ഞിട്ട് അവരാകെ ആശങ്കയിലാണ്. അപ്പോൾ തുർക്കിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് അവർ ഇന്ത്യക്കെതിരെ വല്ലാത്ത രീതിയിൽ വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുന്നതും പിന്നെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഇത്തരം കാശ്മീരി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ പാകിസ്ഥാനുമായിട്ട് പങ്കുവെക്കുക തുടങ്ങിയ പ്രവർത്തികളിലേക്ക് അവരുടെ ആ ഒരു ക്രോധം അതിലേക്ക് അങ്ങ് അടങ്ങി നിൽക്കുന്നു. അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഇന്ത്യ ആകട്ടെ അവരുടെ ചുറ്റും അവരുടെ ശത്രുക്കളായ ഗ്രീസ് അതുപോലെ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് പോയിരുന്നു. അവർക്കൊക്കെ നമ്മുടെ ആയുധങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തുർക്കി പാകിസ്ഥാനുമായിട്ട് ചേർന്ന ഒരു ഇസ്ലാമിക സഖ്യം രൂപപ്പെടുമ്പോൾ തുർക്കിയുടെ
പിന്നെ ചുറ്റുമുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യ മറ്റൊരു സഖ്യവും രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ തുർക്കിയെ നമ്മൾ തടയിടുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുന്നത്. എന്തായാലും തുർക്കിയെ സംബന്ധിച്ചും എർദോഗാൻ കുടുംബത്തെ സംബന്ധിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു നാണക്കേടാണ്. ശരിക്കും അടി പാകിസ്ഥാനും അല്ലായിരുന്നു കിട്ടിയത്. പാകിസ്ഥാന്റെ 85% ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ചൈനയ്ക്കും അതുപോലെ തന്നെ തുർക്കിക്കും, ഈ രണ്ട് രാജ്യങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ റിയൽ ഇമ്പാക്റ്റ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഒരു വല്ലാത്ത തലവേദനയായിരിക്കും തുർക്കിക്ക്. കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്ക് അതുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം. നമ്മുടെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം.